ഇരുപത്തഞ്ച് സീറ്റും നേടിയാകും ജഗനുള്ള കണക്ക് തീർക്കുക എന്ന് മുൻ മുഖ്യമന്ത്രിയായ ആന്ധ്രാപ്രദേശിന്റെ TDPയുടെ തലതൊട്ടപ്പനായ ചന്ദ്രബാബു നായിഡു ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. YS ശർമിള കൂടി ചേരുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിസ്മയകരമായ മാറ്റമുണ്ടാകും എന്നത് തീർച്ചയാണ്. 25 ലോക്സഭാ സീറ്റുകളും 175 നിയമസഭാ സീറ്റുകളുമുള്ള ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമല്ല കാറ്റ് എന്ന് വ്യക്തമാണ്. 25 സീറ്റിൽ 22 ജയിച്ച് വലിയ രീതിയിലുള്ള വിജയം നേടിയെടുത്ത ജഗൻമോഹൻ റെഡ്ഡിയുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് അതേപടി നിലനിർത്താൻ ഇനി കഴിയില്ല. ജയിച്ചാൽ തന്നെ കഷ്ടി എന്ന രീതിയിലേക്കായിരുന്നു കുറച്ചു നാൾ മുമ്പെയുള്ള സർവേ ഫലങ്ങൾ. എന്നാൽ ഇപ്പോൾ TDPക്ക് മുൻതൂക്കം നൽകുന്ന രീതിയിലേക്കാണ് സർവേകൾ പലതും. ജഗൻമോഹൻ റെഡ്ഡി ഭരണം കൊടിയ അഴിമതിയും സ്വജനപക്ഷപാതമാണെന്നും അത് മാത്രമല്ല ജഗൻമോഹൻ പകപോക്കൽ രാഷ്ട്രീയമാണ് നടത്തുന്നത്, അല്ലാതെ വികസനമല്ല കാണുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് TDP പ്രവർത്തകർ വലിയ തോതിൽ മാസ് എൻട്രി നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം TDPയും കോൺഗ്രസും തമ്മിൽ സഖ്യമാകുന്നതിൽ പ്രധാനി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി തന്നെയാണ്. രേവന്ത് റെഡ്ഡി മുൻപ് TDPയുടെ നേതാവായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീടാണ് അതിൽ നിന്നും മാറി കോൺഗ്രസ് ആയത്. TDPയുമായുള്ള ആത്മബന്ധം കൃത്യമായി ഉപയോഗിക്കപ്പെടാൻ എല്ലാ രീതിയിലും അത് പ്രാവർത്തികമാക്കാൻ കൂടി രേവന്ത് റെഡ്ഡിക്ക് കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജഗൻമോഹൻ റെഡ്ഡിക്ക് അധികാരം കൊടുക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ച തന്റെ സ്വന്തം സഹോദരി YS ശർമിള ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ എതിർചേരിയിലാണ്. കോൺഗ്രസും TDPയും ചേർന്നുള്ള സർക്കാരായിരിക്കും വരാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ചരിത്ര നിമിഷത്തിലേക്ക് ആന്ധ്രാപ്രദേശ് നടന്നു നീങ്ങുകയാണ്. ആന്ധ്രാപ്രദേശും ഒഡീസയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമായിരിക്കും. എല്ലായിടത്തും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലും ഒഡീസയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. ഒഡീസയിൽ 147 സീറ്റുകൾ ഉള്ളിടത്ത് BJD ആണ് ഭരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ 175 സീറ്റുകൾ ഉള്ളിടത്ത് YSR കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. രണ്ടും പ്രാദേശിക കക്ഷികളാണ്. ലോക്സഭയിൽ YSR കോൺഗ്രസിന്റെ 22 MP നിർണായക ഘട്ടങ്ങൾ പലപ്പോഴും BJPയെ കൈയകഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇക്കുറി BJPക്ക് സഹായം ഉതകുന്ന രീതിയിലേക്ക് YSR കോൺഗ്രസിന്റെ ലോക്സഭാ സാമാജികർ കാണില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് TDPയും BJPയും തമ്മിൽ ആദ്യം ബാന്ധവമുണ്ടായിരുന്നു. 2014 ഒരുമിച്ച് സഖ്യം ചേർന്ന് സർക്കാർ രൂപീകരിച്ചത്. പക്ഷേ പിന്നീട് BJPയുമായി തെറ്റിപ്പിണങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തന്നെ കൊടുക്കാൻ കൃത്യമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരെ ഉപയോഗിച്ചത് BJPയാണ് എന്നാണ് ചന്ദ്രബാബു നായിഡു ഉറക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ TDP പ്രവർത്തകർ കട്ടക്കലിപ്പിൽ തന്നെയാണ്. അവർ ശക്തമായി തന്നെ ഇവിടെ YSR കോൺഗ്രസിനെയും BJPയെയും കൃത്യമായി തന്നെ നേരിടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്.